ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നാസികളുടെ കൊടും ക്രൂരതയിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട മനഃശാസ്ത്രജ്ഞനാണ് വിക്ടർ ഫ്രാങ്കൽ. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, ആനന്ദം കൂടാതെ എനിക്ക് ജീവിക്കാനാകും, അധികാരം കൂടാതെ എനിക്ക് ജീവിക്കാൻ കഴിയും, എന്നാൽ അർത്ഥം കൂടാതെ എനിക്ക് ജീവിക്കാനാകില്ല. സഹനത്തിൻ്റെ കാസയിൽ നിന്ന് പാനം ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ട വ്യക്തിയാണ് ഫ്രാങ്കൽ. തൻ്റെ ജീവിതത്തിലും ജീവിതത്തിൻ്റെ ഭാഗമായ സഹനത്തിലും അർത്ഥം കാണുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. തന്മൂലം ദുഃഖത്തിൻ്റെയും സഹനത്തിൻ്റെയും ഏകാന്ത നിമിഷങ്ങളിൽ പോലും അദ്ദേഹം ജീവിതത്തെ തള്ളിപ്പറഞ്ഞില്ല. ഇന്നു മാത്രമല്ല, തനിക്ക് നേരിടേണ്ടി വന്ന സഹനം തൻ്റെ ജീവിതത്തെ കൂടുതൽ ശ്രേഷ്ഠമാക്കുന്നതിന് അദ്ദേഹം വിനിയോഗിച്ചു. ജീവിതത്തിൽ ആനന്ദവും അധികാരവും അന്വേഷിക്കുന്നവരെ ഏറെ കാണാറുണ്ട്. എന്നാൽ ജീവിതത്തിൻ്റെ അർത്ഥം തേടുകയും അതനുസരിച്ച് ജീവിതത്തെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നവരെ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. ജീവിതത്തിൽ ആനന്ദവും അധികാരവുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാമായി എന്ന് വിശ്വസിക്കുന്നവർ മറന്നുപോകുന്ന ഒന്നുണ്ട്. അതാണ് അർത്ഥപൂർണമായ ജീവിതം. യഥാർത്ഥ ആനന്ദം കണ്ടെത്തുവാൻ ആ ജീവിതത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിലും നാം ചെയ്യുന്ന കാര്യങ്ങൾക്കും ശരിയായ അർത്ഥം കാണുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം പരാജയമായി കലാശിക്കും എന്നത് നാം മറക്കരുത്. റോമർ 14:8. ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നു എങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.